ഹലോ എവരിവൺ. ടാബിളിനകത്ത് എങ്ങനെ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാം എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി എങ്ങനെ ആ ടാബിളിൽ നിന്ന് ഡാറ്റ സെലക്ട് ചെയ്യാം എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഒരു സ്പെസിഫിക് കോളം നമുക്ക് സെലക്ട് ചെയ്യണമെന്നെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ ടാബിളിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് നെയിം എന്ന കോളം മാത്രം സെലക്ട് ചെയ്യണം. സോ സെലക്ട് ഫസ്റ്റ് നെയിം. From table name, okay, semicolon, execute. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് നെയിം എന്ന കോളം മാത്രം കിട്ടി. ഇതുപോലെ രണ്ട് കോളം കിട്ടണം. ഫസ്റ്റ് നെയിം കോമ ലാസ്റ്റ് നെയിം. സെലക്ട് ഫസ്റ്റ് നെയിം കോമ ലാസ്റ്റ് നെയിം ഫ്രം സ്റ്റുഡൻസ്. എക്സിക്യൂട്ട്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിം എന്ന രണ്ട് കോളവും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എംപ്ലോയി ID 6 വരുന്നൊരു റോ സെലക്ട് ചെയ്യണം. അതിന് സെലക്ട് ഫ്രം സ്റ്റുഡൻസ് എന്റർ വേർ എന്ന കമാൻഡാണ്. വേർ student ID equal to 6. ഓക്കെ, സ്റ്റുഡന്റ് ID 6 വരുന്ന റോ സെലക്ട് ചെയ്യാനുള്ള കുറിയാണിത്. ഓക്കെ, സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻസ് വേർ സ്റ്റുഡന്റ് ID equal to 6. 6 സ്റ്റുഡന്റ് ID വരുന്ന റോ സെലക്ട് ചെയ്യാനുള്ള കമന്റാണിത്. ഓക്കെ, ഇപ്പോൾ 6 സ്റ്റുഡന്റ് ID വരുന്ന റോ കിട്ടി. ഇനി വേറെ എന്തെങ്കിലും ഏജ് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻസ് വേർ ഏജ് ഈക്വൽ ടു 23 വരുന്ന റോ കിട്ടണം. സോ എക്സിക്യൂട്ട്. രണ്ട് റോസ് ഉണ്ട്, ഏജ് 23 വരുന്ന. ഇനി ഏജ് ഗ്രേറ്റർ ദാൻ 23 വരുന്ന റോസ്. ഇതാണ് ഈ മൂന്നാമത്തെ സ്റ്റുഡന്റ് ID 3 വരുന്നതാണ് അത്. ഓക്കെ, ഇനി ഏജ് ലെസ് ദാൻ വരുന്ന റോ, ലെസ് ദാൻ 23 വരുന്ന റോ. എക്സിക്യൂട്ട്. ലെസ് ദാൻ 23 വരുന്ന രണ്ട് കോളമുണ്ട്, രണ്ട് റോയുണ്ട്. ഓക്കെ, ഇനി ലെസ് ദാൻ ആൻഡ് ഈക്വൽ ടു. ഒരു എറർ ഉണ്ട്, കാരണം ഈക്വൽ ടു ഇവിടെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, എക്സിക്യൂട്ട്. ഇപ്പോൾ 23 ഈക്വൽ ആവുന്നതും അതുപോലെ തന്നെ ലെസ് ദാൻ 23 ഏജ് വരുന്ന റോസ് കിട്ടി നമുക്ക്. ഇനി 23 അല്ലാത്ത എല്ലാ റോസും കിട്ടണം നമുക്ക്. സോ അതിനുള്ളതാണ് നോട്ട് ഈക്വൽ ടു, അതായത് എക്സ്ക്ലമേഷൻ സൈൻ വേർ ഏജ് നോട്ട് ഈക്വൽ ടു 23 എന്നാണ് ഇതിന്റെ മീനിങ്. ഓക്കെ, എക്സിക്യൂട്ട്. ഇപ്പോൾ 23 അല്ലാത്ത എല്ലാ റോസും നമുക്ക് കിട്ടി. ഇനി ഏജ് നള്ളായ റോസ് കിട്ടാൻ വേർ ഏജ് ഈസ് നൾ. എക്സിക്യൂട്ട്. ഇപ്പോൾ ഏജ് നള്ളായ റോസ് കിട്ടി. ഇതുപോലെ നമുക്ക് ഏത് കോളത്തിന്റെയും കണ്ടെത്താം. അഡ്മിഷൻ ഡേറ്റ്, ലാസ്റ്റ് നെയിം, ഫസ്റ്റ് നെയിം എല്ലാം ഇവിടെ വേർ കോളം നെയിം അടിച്ചിട്ട് അതിന്റെ ഏത് ഇപ്പോൾ ലെസ് ദാൻ വേണോ, ഈക്വൽ ടു വേണോ, ഗ്രേറ്റർ ദാൻ വേണോ, അതുപോലെ തന്നെ നോട്ട് ഈക്വൽ ടു വേണോ, നള്ള് വേണോ എന്ന് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് സെമിക്കോളം ഇട്ടാൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മൾ എങ്ങനെ ഒരു ടേബിളിൽ നിന്ന് എങ്ങനെ ഡാറ്റ സെലക്ട് ചെയ്യാം എന്നും പഠിച്ചു. ഓക്കെ, നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഈ വീഡിയോയിൽ വീണ്ടും പറഞ്ഞു, വീഡിയോ ലാഗ് ആക്കിയിട്ടില്ല. സോ മുൻപ് പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയാൽ അതിന്റെ വീഡിയോസ് കിട്ടുന്നതായിരിക്കും, അത് കണ്ട് മനസ്സിലാക്കാം.
ഇനി ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.